എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കർണാടകയിലെ മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ഹിൽസിലേക്കാണ്. ചാമുണ്ടേശ്വരി ഹിൽസിന് മുകളിലാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള വഴിയുടെ വശങ്ങളിലായി ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നിരവധി വഴിയോര കച്ചവടക്കാരാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. വീട്ടിലേക്കുള്ള ചെറിയ നമുക്ക് കാണാൻ ഭംഗിക്ക് വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടാണ്. ഈ കുന്നിന് മുകളിലാണ് ചാമുണ്ടേശ്വരി ടെമ്പിൾ എന്നും ചാമുണ്ടി ഹിൽസ് എന്നും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രമല്ല ഇങ്ങോട്ട് കയറുമ്പോൾ. നമ്മൾ വിചാരിച്ച് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകണം, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ നിരവധി കച്ചവടക്കാർ ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത് കാണാൻ പറ്റും. ആഹാര സാധനങ്ങൾ തുടങ്ങി വീട്ടിലേക്കുള്ള അലങ്കാര വസ്തുക്കൾ വരെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള വഴിയോര കച്ചവടങ്ങളിൽ ഏറിയ പങ്കും നടത്തുന്നത് സ്ത്രീകളാണ്. മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരെയാണ് ഈ ചാമുണ്ടി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഈ മലയുടെ മുകളിലാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഏകദേശം ഒരു 3489 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് കണക്ക്. മഹിഷാസുരമർദ്ദിനിയായ ചാമുണ്ടി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പാർവതി ദേവിയുടെ അവതാരമായ ചാമുണ്ടി ദേവി വോഡയാർ രാജവംശത്തിന്റെ ആരാധനാമൂർത്തിയാണ്. മൈസൂർ ദേശക്കാർ ചാമുണ്ടി ദേവിയെ അവരുടെ ദേശക്കാരുടെ ദേവതയായിട്ടാണ് കരുതി പോരുന്നത്. മഹിഷാസുരൻ താമസിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മൈസൂരു എന്ന പേര് വന്നതെന്നും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മൈസൂരു എന്ന പേര് അവർ മൈസൂർ എന്നാക്കുകയും പിന്നീട് മൈസൂരു ആവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ വിനോദസഞ്ചാരികളുടെയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മൈസൂർ. മൈസൂർ നഗരത്തിൽ വരുമ്പോൾ എന്തായാലും നമ്മൾ ഈ ചാമുണ്ടി ഹിൽസ് സന്ദർശിക്കും. കാരണം മൈസൂർ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന ഇടമാണ് ഈ മൈസൂർ ചാമുണ്ടി ഹിൽസ്. ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു ഫീലും നമുക്ക് തോന്നില്ല. കാരണം ചുറ്റും ഷോപ്പിംഗ്, ഇതുപോലെ കടകൾ, ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഇതുപോലെ ചെറിയ കടകളുള്ള കാരണം ഇവിടുത്തെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോൾ മുകളിലേക്ക് കയറി പോകുന്ന പോലും നമ്മൾ അറിയില്ല. ഏകദേശം ഒരു 20 മിനിറ്റോളം ദൂരമുണ്ട് ഇവിടുന്ന് ചാമുണ്ടി ഹിൽസിലേക്ക്. 3 ലോകവും അടക്കി വാണിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹിഷാസുരൻ എന്നാണ് ഐതിഹ്യം. പാർവതി ദേവിയുടെ അവതാരമായ ചാമുണ്ടേശ്വരി മഹിഷാസുരനുമായ ഘോര യുദ്ധത്തിനൊടുവിൽ ഈ മലമുകളിൽ വെച്ചാണ് മഹിഷാസുരനെ വധിച്ചതെന്നാണ് പറയുന്നത്. അസുരശക്തിക്ക് മേൽ ചാമുണ്ടേശ്വരി വിജയം കൈവരിച്ച ആ സുദിനമാണ് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെയും പൂജാ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ സ്വർണസീമയിൽ കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. 11ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം 1827 മൈസൂർ രാജാക്കന്മാർ പുതുക്കി പണിതു. ഭയങ്കര തിരക്കാണ് ഇവിടെ. ശനി ഞായർ ദിവസങ്ങളിലും ഹോളിഡേയ്സിലും ഭയങ്കര തിരക്കായിരിക്കും. മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് തൊഴുവാൻ പറ്റുകയുള്ളൂ. കൂടുതൽ തിരക്ക് കാരണം ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയില്ല. ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗം. ഗോപുരത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര കണ്ടാലും മതി വരില്ല. ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി ഭയങ്കര ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ക്യാമറ കൊണ്ട് സെൽഫിയും വീഡിയോയും എടുക്കാൻ പോലും ഭയങ്കര
പാടാം. കാരണം അത്രമാത്രം തിരക്കാണ് ഇതിനു മുന്നിൽ. അത്രമാത്രം തിരക്ക് കാരണം കൂടുതൽ പേരും അകത്ത് കയറാതെ പുറത്തു നിന്ന് തൊഴുതു തന്നെയാണ് മടങ്ങുന്നത്. ഈ തിരക്കിനിടയിൽ കുറെ പേർ നാളികേരമുടച്ച് വഴിപാട് നടത്തുന്നത് കാണാം. തിരക്കിൽ നിന്ന് ദൂരേക്ക് മാറിയെന്ന് ഈ ഗോപുരം വീക്ഷിക്കുമ്പോഴും ഗോപുരത്തിന്റെ ഭംഗിക്ക് ഒട്ടും കുറവ് വരുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഗോപുരം കാണാൻ. മണിക്കൂറുകളോളമായി ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെയും ഇവിടെ കാണാൻ സാധിക്കും. ഈ ചാമുണ്ഡി ഹിൽസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല രസമാണ്. ആ വ്യൂ പോയിന്റ് വീക്ഷിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. ഈ തിരക്ക് കാരണം ഞങ്ങൾ അത് കാണാൻ പോയില്ല. ഇവിടെ തൊട്ടടുത്തായിട്ട് ഇളനീർ പന്തലും ജ്യൂസ് സ്റ്റാളും ഒക്കെയുണ്ട്. എല്ലാവരും ക്ഷീണിച്ച അവസരമായിട്ട് ഇളനീരും ജ്യൂസും ഒക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ദാഹമാറ്റാൻ വേണ്ടി ഞങ്ങളും ഒരു കരിമ്പൻ ജ്യൂസുകാരൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം കരിമ്പൻ ജ്യൂസ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ റേറ്റും മറ്റും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കപ്പിന് ഇത്ര രൂപ, വലിയ കപ്പിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞു. ജ്യൂസ് എല്ലാം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച് തയ്യാറാക്കി. നിങ്ങൾ മൈസൂർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചാമുണ്ഡി ഹിൽസ് കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.